തീയും രക്തവും ഭയവും നിറഞ്ഞ ആ രാത്രിക്കിടയിലും ചില ഹൃദയങ്ങൾ ആദ്യമായി പ്രണയം തുറന്നു പറയുകയായിരുന്നു. ഒരു വശത്ത് മരണഭയം, മറ്റൊരു വശത്ത് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന സ്നേഹം. വെൽക്കം ടു അവർ സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 16. ഫാക്ടറി എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ടും ആ രാത്രിയുടെ ഭയം ആരുടെയും മനസ്സിൽ നിന്നും പോയിരുന്നില്ല. ആംബുലൻസ് സൈറനുകൾ, പോലീസിന്റെ ഓട്ടപ്പാച്ചിൽ, മഴയിൽ കലർന്ന പുകയും തീയുടെ മണവും. ദക്ഷ് വേദയുടെ കൈ ശക്തമായി പിടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും ഭയത്തിൽ വിറയ്ക്കുകയായിരുന്നു. ദക്ഷ്, അർജുൻ മരിച്ചോ? വേദ പതുക്കെ ചോദിച്ചു. ദക്ഷ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവനെപ്പോലുള്ളവർ ഇത്ര എളുപ്പം അവസാനിക്കില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ വേദയുടെ ഹൃദയം വീണ്ടും ഭയത്തോടെ മിടിച്ചു. അതേസമയം ഹോസ്പിറ്റലിൽ ആദിയെ എമർജൻസി സർജറിക്ക് കൊണ്ടുപോയിരുന്നു. ദക്ഷ് കോറിഡോറിൽ നിൽക്കുകയായിരുന്നു. അവൻ്റെ ഷർട്ട് മുഴുവൻ രക്തം, തോളിലെ ബുള്ളറ്റ് മുറിവിൽ ബാൻഡേജ്. പക്ഷേ അവന് വേദന പോലും തോന്നുന്നില്ലായിരുന്നു. വേദ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇരിക്ക് ദക്ഷ്, നിനക്ക് രക്തം പോകുന്നുണ്ട്. പക്ഷേ ദക്ഷ് അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു. നിന്നെ നഷ്ടപ്പെടുമെന്ന് കരുതിയ നിമിഷം ഞാൻ ജീവനോടെ ഇല്ലായിരുന്നു വേദ. വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനിവിടെ തന്നെയുണ്ട് ദക്ഷ്. ആ നിമിഷം ഇരുവരും തമ്മിൽ ഒരു മൗനം മാത്രം. പക്ഷേ ആ മൗനം തകർത്തത് ഡോക്ടറുടെ ശബ്ദമായിരുന്നു. മിസ്റ്റർ ദക്ഷ്, സർജറി വിജയിച്ചു. ബുള്ളറ്റ് ഡേഞ്ചറസ് ഏരിയ ടച്ച് ചെയ്തിട്ടില്ല. ദക്ഷ് ഉടനെ കണ്ണുകൾ അടച്ചു. ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. ആദി ഓക്കെ ആണല്ലേ? അവൻ അപകടത്തിൽ നിന്നും പുറത്താണ്. വേദ ചെറിയൊരു ചിരിയോടെ കരഞ്ഞു. താങ്ക് ഗോഡ്. അതേസമയം ഐസിയുവിൻ്റെ മറ്ററ്റത്ത് നേഹ അൺകോൺഷ്യസ് ആയി കിടക്കുകയായിരുന്നു. മുഖത്ത് ഓക്സിജൻ മാസ്ക്, ഹാർട്ട് ബീറ്റ് മെഷീൻസിൻ്റെ ശബ്ദം മാത്രം. ദക്ഷ് അവളുടെ റൂമിലേക്ക് നടന്നു. വേദ അവനെ നോക്കി നിന്നു. ദക്ഷ് ഗ്ലാസ് വിൻഡോ വഴി നേഹയെ നോക്കി. എന്തിനാ ഇങ്ങനെ ചെയ്തത് നേഹ? അവൻ്റെ ശബ്ദത്തിൽ കോപമില്ലായിരുന്നു, വേദന മാത്രം. അപ്പോഴായിരുന്നു പിന്നിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ വന്നത്. സർ, ഫാക്ടറി റൂയിൻസിൽ അർജുൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. ദക്ഷിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് മാറി. വാട്ട്? എക്സ്പ്ലോഷൻസ് കാരണം എല്ലാം കത്തി നശിച്ചിരിക്കുന്നു, പക്ഷേ ബോഡിയില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം വേദയുടെ മുഖം വെണ്മയായി. ദക്ഷിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഭയം ഉണർന്നു. അവൻ ജീവനോടെയുണ്ട്. അതേസമയം ഒരു ഇരുണ്ട സ്ഥലം, ചുറ്റും വെള്ളത്തുള്ളി ഒഴുകുന്ന ശബ്ദം. ഒരു നിഴൽ പതുക്കെ മുന്നോട്ട് നടന്നു. അവൻ്റെ കൈ മുഴുവൻ പൊള്ളലേറ്റ് കത്തിയ നിലയിൽ, പക്ഷേ അതരങ്ങളിൽ ഇപ്പോഴും അതേ ഭ്രാന്തൻ ചിരി. അർജുൻ. അവൻ മിററിൽ സ്വന്തം മുഖം നോക്കി. മുഖത്തിനൊരു ഭാഗം തീയിൽ പൊള്ളിയിരിക്കുന്നു, പക്ഷേ കണ്ണുകളിൽ ഇപ്പോഴും അതേ ക്രൂരത. അവൻ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്തു. ഗെയിം സ്റ്റാർട്ട്സ് നൗ. അതേസമയം ഹോസ്പിറ്റൽ റൂഫ് ടോപ്പിൽ മഴ പതുക്കെ പെയ്യുകയായിരുന്നു. വേദ റെയിലിങ്ങിൽ ചാരി നിൽക്കുമ്പോൾ ദക്ഷ് പിന്നിൽ നിന്നും അവളുടെ അടുത്തേക്ക് നടന്നു. ഇനിയും പേടിയാണോ? വേദ തല കുനിച്ചു. ഞാൻ കണ്ണടയ്ക്കുമ്പോഴും ആ രാത്രി തന്നെയാണ് കാണുന്നത്. ദക്ഷ് പതുക്കെ അവളുടെ മുഖം ഉയർത്തി. ഞാനുണ്ടല്ലോ. വേദ കണ്ണുനീരോടെ ചിരിച്ചു. എപ്പോഴും ഉണ്ടാകുമോ? ദക്ഷ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഈ ജന്മം മുഴുവൻ. ഹോസ്പിറ്റൽ കോറിഡോറിൽ ഇപ്പോൾ ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആദ്യ ICUവിൽ നിന്നും നോർമൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് മുതൽ അവൻ നഴ്സുമാരെ ഇറിറ്റേറ്റ് ചെയ്യുകയായിരുന്നു. എനിക്ക് ഇത്രയും ഇഞ്ചക്ഷൻസ് എന്തിനാ? ഞാൻ പേഷ്യൻ്റാണോ എക്സ്പെരിമെൻറ്റ് പീസാണോ? നഴ്സ് ചിരിച്ചു. വേദയ്ക്ക് പോലും ചിരി വന്നു. അതേസമയം ഡോറ് തുറന്ന് അഞ്ജലി അകത്തേക്ക് ഓടി വന്നു. അവളുടെ കണ്ണുകൾ മുഴുവൻ കരഞ്ഞതിൻ്റെ ചുവപ്പ്. ആദി. ബെഡിൽ കിടന്നിരുന്ന ആദിയുടെ മുഖത്തെ ചിരി പതുക്കെ മങ്ങി. അഞ്ജലി. അവൾ നേരെ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ ബാൻഡേജ് കണ്ട നിമിഷം കണ്ണുനീർ ഒഴുകി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ആദ്യമായി മിണ്ടാതെ അവളെ നോക്കി. അഞ്ജലി അവൻ്റെ ഷർട്ട് പിടിച്ച് കരഞ്ഞു. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ബുള്ളറ്റിൻ്റെ മുന്നിലേക്ക് ചാടാൻ നിനക്ക് ഭയമില്ലായിരുന്നോ? ആദി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. ഭയമുണ്ടായിരുന്നു. അഞ്ജലി അവനെ നോക്കി. പിന്നെ എന്തിനാ? ആദിയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തങ്ങി. നിന്നെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ അതിലും കൂടുതൽ ഭയമായിരുന്നു. റൂം ഒരു നിമിഷം നിശബ്ദമായി. വേദ പതുക്കെ ദക്ഷിനെ നോക്കി. ദക്ഷ് ചെറിയൊരു ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അഞ്ജലിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇഡിയറ്റ്. ആദി കൈ നീട്ടി. അഞ്ജലി, ഇവിടെ വാ. അവൾ പതുക്കെ അവൻ്റെ കൈ പിടിച്ചു. ആദ്യമായി വളരെ സീരിയസ് ആയി പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അഞ്ജലി നിശ്ചലമായി. ആദി. ഇനി പറയാതെ വെക്കാൻ പറ്റില്ല. ഓരോ തവണയും നിന്നെ കാണുമ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് തോന്നും. അഞ്ജലി കരഞ്ഞുകൊണ്ട് ചിരിച്ചു. നീ ഒരുപാട് ലേറ്റായി പോയി പൊട്ട. കാരണം ഞാൻ നേരത്തെ തന്നെ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. ആദിയുടെ കണ്ണുകൾ വലുതായി. സീരിയസ്ലി? അഞ്ജലി ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ ചെറിയൊരു അടി കൊടുത്തു. ഡ്രാമ കിങ്. റൂം മുഴുവൻ ചെറിയൊരു ചിരി പടർന്നു. അതേസമയം ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഒരു കാർ എത്തി നിന്നു. വേദയുടെ അച്ഛനും അമ്മയും വേഗത്തിൽ അകത്തേക്ക് നടന്നു. അമ്മയുടെ കണ്ണുകൾ മുഴുവൻ ഭയം. വേദ തിരിഞ്ഞു നോക്കിയ നിമിഷം തന്നെ അമ്മ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടിയൊന്നും പറ്റിയില്ലല്ലോ? വേദയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അമ്മ. അച്ഛൻ മിണ്ടാതെ ദക്ഷിനെ നോക്കി. ദക്ഷ് തല കുനിച്ചു. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത. ശേഷം വേദയുടെ അച്ഛൻ പതുക്കെ ദക്ഷിൻ്റെ അടുത്തേക്ക് നടന്നു. അന്ന് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ദക്ഷ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് എൻ്റെ മകളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും നോക്കാതിരുന്നത് നീയാണ്. വേദയുടെ അച്ഛൻ ആദ്യമായി ദക്ഷിൻ്റെ തോളിൽ കൈവച്ചു. താങ്ക് യു. വേദ ഞെട്ടി അച്ഛനെ നോക്കി. ദക്ഷിൻ്റെ കണ്ണുകളിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് തെളിഞ്ഞു. വേദയ്ക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല.
ആ വാക്കുകൾ കേട്ട് വേദയുടെ അമ്മ കണ്ണുനീർ തുടച്ചു. അതേസമയം രാത്രി ഹോസ്പിറ്റൽ റൂഫ് ടോപ്പിൽ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. വേദ റെയിലിങ്ങിൽ ചാരി നിൽക്കുകയായിരുന്നു. ദക്ഷ് പിന്നിൽ നിന്നും അവളുടെ അരയിൽ കൈ ചുറ്റി. വേദ പതുക്കെ അവനെ നെഞ്ചിലേക്ക് ചാരി. എല്ലാം കഴിഞ്ഞോ ദക്ഷ്? ദക്ഷ് കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. അറിയില്ല, പക്ഷേ ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. വേദ കണ്ണുകൾ അടച്ചു. ആ നിമിഷം അവൾക്ക് ആദ്യമായി സുരക്ഷിതമായി തോന്നി. പക്ഷേ ദക്ഷിൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അൺനോൺ നമ്പർ. ദക്ഷിൻ്റെ മുഖം അല്പം മാറി. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത. ശേഷം ഒരു പരിചിതമായ ചിരി. ദക്ഷിൻ്റെ കണ്ണുകൾ പതുക്കെ ഇരുണ്ടു. മിസ് മീ ദക്ഷ്? വേദയുടെ ശരീരം തണുത്തുപോയി. ദക്ഷിൻ്റെ വിരലുകൾ ഫോണിൽ മുറുകി. അർജുൻ. കോളിൻ്റെ മറുവശത്ത് മഴയുടെ സൗണ്ട്. അതിനിടയിൽ അർജുൻ്റെ പതുക്കെയുള്ള ശ്വാസം. എന്നെ ഇത്ര പെട്ടെന്ന് മറന്നു? ദക്ഷിൻ്റെ പല്ലുകൾ മുറുകി. നീ എവിടെയാണ്? അർജുൻ ചിരിച്ചു. ഇത്ര പെട്ടെന്ന് കാണാൻ ആഗ്രഹമോ? ഇൻട്രസ്റ്റിംഗ്. വേദ പേടിച്ച് ദക്ഷിൻ്റെ ഷർട്ടിൽ പിടിച്ചു. ദക്ഷ്. പക്ഷേ ദക്ഷിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ തീ മാത്രം. ഗെയിം ഓവർ അർജുൻ. അടുത്ത നിമിഷം അർജുൻ്റെ ശബ്ദം പെട്ടെന്ന് ഡാർക്കായി. നോ ദക്ഷ്, ഗെയിം സ്റ്റാർട്ട്സ് നൗ. കോള് കട്ടായി. റൂഫ് ടോപ്പ് മുഴുവൻ നിശബ്ദത. മഴയുടെ ശബ്ദം മാത്രം. വേദയുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. ദക്ഷ്, അവൻ വീണ്ടും വരുമോ? ദക്ഷ് ഫോൺ ശക്തമായി പിടിച്ചു. ഈ തവണ ഞാൻ അവനെ അവസാനിപ്പിക്കും. പക്ഷേ ഉള്ളിൽ അവനും മനസ്സിലായിരുന്നു, അർജുൻ ഇനി പഴയ അർജുനല്ല. അതേസമയം ഒരു പഴയ റെൻറ്റഡ് റൂം. ലൈറ്റ് പോലും ശരിയായില്ല. മിററിന് മുന്നിൽ അർജുൻ ഇരിക്കുകയായിരുന്നു. മുഖത്തിൻ്റെ ഒരു ഭാഗം തീയിൽ പൊള്ളിയിരുന്നു. കയ്യിൽ ബേൺ മാർക്സ്. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അതേ ഒബ്സഷൻ. ടേബിളിലിരുന്ന ലൈറ്റർ കൊണ്ട് അവൻ പതുക്കെ കളിച്ചു. ശേഷം പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തു. ദക്ഷും വേദിയും ചിരിക്കുന്നൊരു ഫോട്ടോ. അവൻ ഫോട്ടോയിലെ ദക്ഷിൻ്റെ മുഖത്ത് കത്തി കൊണ്ട് വരച്ചു. നിനക്ക് ഹാപ്പി എൻഡിങ് കിട്ടുമെന്ന് ശരിക്കും കരുതിയോ? അതേസമയം ഹോസ്പിറ്റൽ റൂം. വേദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഓരോ ചെറിയ ശബ്ദം കേട്ടാലും അവൾ ഞെട്ടി ഉണരുന്നു. ദക്ഷ് അത് ശ്രദ്ധിച്ചു. അവൻ ബെഡിൻ്റെ അരികിൽ വന്നിരുന്നു. വേദ. അവൾ പതുക്കെ അവനെ നോക്കി. നീ ഉറങ്ങിയില്ലേ? വേദ കണ്ണുനീരോടെ തല കുനിച്ചു. എനിക്ക് പേടിയാകുന്നു ദക്ഷ്. ദക്ഷിൻ്റെ മുഖം മൃദുവായി. അവൻ അവളുടെ കൈ പിടിച്ചു. ലുക്ക് അറ്റ് മീ. വേദ അവനെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ജീവനോടുള്ളത് വരെ ആരും നിന്നെ തൊടില്ല. വേദയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിക്കില്ല ദക്ഷ്. ആ വാക്കുകൾ കേട്ട നിമിഷം ദക്ഷിൻ്റെ ഹൃദയം ഒന്ന് മുറുകി. അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വേദ ചെറിയൊരു ചിരിയോടെ കരഞ്ഞു. സമയം കോറിഡോറിൽ നിന്നും ആരോ റൂമിനെ നോക്കിക്കൊണ്ടിരുന്നു. ബ്ലാക്ക് ഹൂഡി ധരിച്ചൊരാൾ. ഫേസ് ക്ലിയർ അല്ല. അവൻ ഫോൺ എടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഷീ സ്കേർഡ്. മെസ്സേജ് സെൻഡായ നിമിഷം മറ്റൊരു ഫോൺ സ്ക്രീനിൽ അത് തെളിഞ്ഞു. അർജുൻ. അവൻ പതുക്കെ ചിരിച്ചു. ഗുഡ്. അതേസമയം രാവിലെ ആദി ഡിസ്ചാർജായി. വീൽ ചെയറിലിരുന്നിട്ടും അവൻ്റെ കളിയൊന്നും കുറഞ്ഞിരുന്നില്ല. ഇതെന്താ, സിനിമയിലെ പരിക്കുപറ്റിയ ഹീറോ ആണോ? അഞ്ജലി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യ നെഞ്ചിൽ കൈവച്ച് ഡ്രമാറ്റിക്കായി പറഞ്ഞു. വേദനയുണ്ട്, പക്ഷേ നിന്നെ കാണുമ്പോൾ വേദന മറന്നു പോകുന്നു. അഞ്ജലി കണ്ണുരുട്ടി. അയ്യോ, ഇന്നലെ വരെ ആദി കെയർഫുൾ എന്ന് പറയുന്ന ആളാണ് ഇന്ന് ഫുൾ ആറ്റിറ്റ്യൂഡ്. അഞ്ജലി ചെറുതായി ബ്ലഷ് ചെയ്ത് മുഖം തിരിച്ചു. ദക്ഷ് വേദയുടെ ചെവിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവരുടെ റൊമാൻസ് കാണുമ്പോൾ ഹോസ്പിറ്റൽ പോലും സീരിയൽ സെറ്റ് പോലെ തോന്നുന്നത്. വേദ ചിരി ഒതുക്കാൻ ശ്രമിച്ചു. രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കാനാണ് നല്ലത്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു. അപ്പോഴായിരുന്നു ഒരു ബൈക്ക് ഫുൾ സ്പീഡിൽ അവരുടെ അടുത്തേക്ക് കൂടി പോയത്. വേദ ഞെട്ടി പിന്നോട്ടേക്ക് നീങ്ങി. പക്ഷേ ബൈക്ക് കടന്നുപോയ നിമിഷം ഒരു എൻവലപ്പ് താഴെ വീണു. ദക്ഷ് ഉടനെ അതെടുത്തു. അകത്ത് ഒരു ഫോട്ടോ. ഹോസ്പിറ്റൽ റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന വേദയുടെ ഫോട്ടോ. ഇന്നലെ രാത്രി എടുത്തത്. വേദയുടെ ശരീരം മുഴുവൻ തണുത്തുപോയി. ദക്ഷ്. ഫോട്ടോയുടെ പിന്നിൽ ഒരു സെൻറ്റൻസ് മാത്രം. ഐ എം ഓൾവേസ് വാച്ചിങ്. ദക്ഷിൻ്റെ കണ്ണുകൾ പതുക്കെ കോപത്തിലിരുണ്ടു. ആ വരികൾ കണ്ട നിമിഷം വേദയുടെ കയ്യിൽ നിന്നും ഫോട്ടോ താഴേക്ക് വീണു. അവളുടെ ശ്വാസം വേഗത്തിലായി. ദക്ഷ്, എനിക്ക് പേടിയാകുന്നു. ദക്ഷിൻ്റെ കൈകൾ മുറുകി. അവൻ ചുറ്റും നോക്കി. പക്ഷേ റോഡ് മുഴുവൻ ആളുകൾ മാത്രം. അർജുൻ എവിടെയില്ല. ആദ്യം ഫോട്ടോ എടുത്ത് നോക്കി. ഇത് ഇന്നലെ ഹോസ്പിറ്റലിൽ എടുത്തതാണ്. അഞ്ജലിയുടെ മുഖവും മാറി. എന്നാൽ അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കാണുമല്ലേ? ദക്ഷിൻ്റെ കണ്ണുകളിൽ വീണ്ടും അതേ തീ തെളിഞ്ഞു. അവൻ നമ്മളെ കളിയാക്കുകയാണ്, ദക്ഷ് പറഞ്ഞു. അതേസമയം വേദയുടെ വീട്ടിൽ അമ്മ വേദയെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്ക് വിടുന്നില്ലായിരുന്നു. നീ ഇന്നു മുതൽ പുറത്തേക്ക് പോവേണ്ട. വേദ സൈലൻ്റായിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഫോട്ടോ മാത്രം. അതേസമയം ബാൽക്കണിയിൽ നിന്നിരുന്ന ദക്ഷ് ഫോൺ കോളിലായിരുന്നു. ഹോസ്പിറ്റൽ CCTV മുഴുവൻ ചെക്ക് ചെയ്യൂ. ആ ബൈക്ക് ആരുടേതാണെന്ന് എനിക്ക് ഉടനെ അറിയണം. കോൾ കട്ട് ചെയ്ത ശേഷം അവൻ്റെ മുഖം കടുപ്പമായി. അതേസമയം ദക്ഷിൻ്റെ അപ്പാർട്ട്മെൻറ്റ് വിൻഡോയ്ക്കപ്പുറം സിറ്റി ലൈറ്റ്സ് തെളിഞ്ഞിരുന്നുവെങ്കിലും ദക്ഷിൻ്റെ മനസ്സ് മുഴുവൻ വേദയിലായിരുന്നു. ഫോൺ സ്ക്രീനിൽ വീഡിയോ കോൾ. സ്ക്രീനിൻ്റെ മറുവശത്ത് ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ബെഡിലിരിക്കുന്ന വേദ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും പേടി ബാക്കിയായിരുന്നു. ഇപ്പോൾ കുറച്ചെങ്കിലും ഓക്കെയാണോ? ദക്ഷ് പതുക്കെ ചോദിച്ചു. വേദ ചെറുതായി തല അനക്കി. നിന്നെ കണ്ടപ്പോൾ. ദക്ഷിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി തെളിഞ്ഞു. അപ്പോൾ ഞാൻ ഫുൾ ടൈം വീഡിയോ കോളിൽ ഇരിക്കട്ടെ? വേദ ചെറുതായി ചിരിച്ചു. ഡ്രാമ തുടങ്ങില്ലേ? എന്ത് ഡ്രാമ? ഞാൻ സീരിയസ് ആണ് മാഡം. ആ നിമിഷം ആദ്യമായി വേദയുടെ മുഖത്ത് ആത്മാർത്ഥമായൊരു ചിരി തെളിഞ്ഞു.
ദക്ഷ അത് നോക്കി നിന്നു. അവൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ടെൻഷൻ പോലും അല്പം കുറഞ്ഞു. ഇങ്ങനെയാണ് നിനക്ക് ചിരി സൂട്ടാകുന്നത്, അവൻ പതുക്കെ പറഞ്ഞു. വേദ നാണം കൊണ്ട് മുഖം തിരിച്ചു. ദക്ഷ് താങ്ക് യു. ദക്ഷ് ചെറുതായി ചിരിച്ചു. എന്തിനാ? എല്ലാത്തിനും. കുറച്ച് നിമിഷങ്ങൾ ഇരുവരും ഒന്നും പറയാതെ സ്ക്രീനിലൂടെ തമ്മിൽ നോക്കി നിന്നു. ആ നിശബ്ദത പോലും അവർക്കൊരു സമാധാനമായിരുന്നു. അതേസമയം ആദിയുടെ വീട്ടിൽ ആദ്യ ബെഡിൽ കിടന്ന് ബോറായി സീലിങ്ങിൽ നോക്കി കിടക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ അഞ്ജലി കോളിംഗ്. ആദിയുടെ മുഖം ഉടനെ ബ്രൈറ്റായി. ഹലോ ഭാര്യ. കോൾ അറ്റൻഡ് ചെയ്ത നിമിഷം ആദിയുടെ ശബ്ദം. എക്സ്ക്യൂസ് മീ, ആരുടെ ഭാര്യ? ആദി ചിരിച്ചു. ഫ്യൂച്ചർ പ്രഡിക്ഷൻ. അഞ്ജലി ചിരി ഒതുക്കി. ഇഞ്ചക്ഷൻ എഫക്റ്റ് ഇതുവരെ മാറിയില്ലല്ലോ. ഇത് നീയില്ലാത്തതിൻ്റെ എഫക്റ്റാണ്. അഞ്ജലി കുറച്ച് നിമിഷം സൈലൻ്റായി. ശേഷം പതുക്കെ ചോദിച്ചു, വേദനയുണ്ടോ ഇപ്പോഴും? ആദിയുടെ മുഖം മൃദുവായി. കുറവുണ്ട്. മെഡിസിൻ കഴിച്ചോ? ഇല്ല. ആദി. അവൻ ചെറുതായി ചിരിച്ചു. നീ ദേഷ്യപ്പെടുമ്പോൾ എന്ത് ക്യൂട്ടാണെന്നറിയാമോ? അഞ്ജലി ബ്ലഷ് ചെയ്ത് സൈലൻ്റായി. നീ സീരിയസായി ഒന്നും കേൾക്കില്ലല്ലേ? ആദി പില്ലോയിൽ ചാരി കിടന്നു. നീ കെയർ ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അഞ്ജലിയുടെ മുഖത്ത് അറിയാതെ ചിരി വന്നു. നാളെ ഞാൻ വരാം. മെഡിസിൻ സമയത്ത് കഴിച്ചില്ലെങ്കിൽ നേരിട്ട് പറയാം. ആദി കപടഭയത്തോടെ പറഞ്ഞു. ലവ് കൺഫെഷൻ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ആദി വഴക്കോ? അഞ്ജലി ചിരിച്ചു. ആ ശരിയെങ്കിൽ നീ കിടന്നു, നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ് ഡ്രാമ കിങ്. ഗുഡ് നൈറ്റ് അഞ്ജു. കോൾ കട്ടായിട്ടും ഇരുവരുടെ മുഖത്ത് ചിരി മാറിയില്ല. അതേസമയം വേദയുടെ വീട്ടിൽ വേദ ഇപ്പോഴും ദക്ഷിനോട് കോളിലായിരുന്നു. നീ ഉറങ്ങിയില്ലേ? അവൾ ചോദിച്ചു. ദക്ഷ് സോഫയിൽ ചാരിയിരുന്നു. നീ ആദ്യം ഉറങ്ങ്. വേദ ബ്ലാങ്കറ്റ് ഒന്ന് മുറുക്കി പിടിച്ചു. കോള് കട്ടിയല്ലേ? ആ വാക്കുകൾ കേട്ട നിമിഷം ദക്ഷിൻ്റെ കണ്ണുകളിൽ ഒരു സോഫ്റ്റ്നെസ് തെളിഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വേദ ഫോൺ സൈഡിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ ശ്വാസം പതുക്കെയായി. അവൾ ഉറങ്ങിപ്പോയിരുന്നു. സ്ക്രീനിലൂടെ അവളെ നോക്കിക്കൊണ്ട് ദക്ഷ് ചെറിയൊരു ചിരിയോടെ പതുക്കെ പറഞ്ഞു. ഗുഡ് നൈറ്റ് വേദ. ആ രാത്രി വേദ ഭയമില്ലാതെ ഉറങ്ങി.